Hi guys, welcome back to my YouTube channel. Hello from Tulasi. Hi. Say hi. Hi. Hey. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹായ് ഹലോ ഫ്രം തുളസി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സേ ഹായ് പൊന്ന. യെസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബേബി ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കയ്യിൽ കരുതണം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഹലോ ഫ്രം തുളസി. സേ ഹായ് പൊന്ന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുമായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ബാഗിൽ കരുതേണ്ടത് എന്നുള്ളത്, അതായത് ഞാൻ എന്തൊക്കെയാണ് കരുതുന്നത് എന്നത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഒന്ന് നമ്മൾ നിയറസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്തും അതേപോലെ നമ്മൾ ലോങ് ട്രാവൽ ചെയ്യുന്ന സമയത്തും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കയ്യിൽ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറേ സാധനങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്നില്ലായിരിക്കാം, ചിലപ്പോൾ കൊണ്ടുപോകുന്നുണ്ടാവും. അഡീഷണൽ ആയിട്ട് ഞാൻ ഫുഡ് മാത്രമാണ് കുറച്ചതിൽ മിസ്സിങ് ആയിട്ടുള്ളത്. കാരണം ഞാൻ ലോങ് ട്രാവൽ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കയ്യിൽ കരുതാറുണ്ട്. ഒരു ദിവസത്തേക്കൊക്കെ നമുക്ക് കയ്യിൽ വെക്കാൻ പറ്റുന്ന ഫുഡും അതുപോലെ കുറച്ചധികം ദിവസം നമുക്ക് കയ്യിൽ വെക്കാൻ പറ്റുന്ന ഫുഡും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് ഞാൻ കരുതാറുണ്ട്. അപ്പോൾ അത് ഒക്കേഷണലി, അതായത് നമുക്ക് ആ സമയത്ത് എന്താണോ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവന് കഴിക്കാൻ ഇഷ്ടമുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് പാക്ക് ചെയ്തിട്ട് എടുക്കും. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ബേബി ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകുന്ന സാധനങ്ങൾ. ഇത് ലോങ് ട്രാവലിന് പോകുന്ന സമയത്ത് എടുക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റോയിലുള്ള സാധനങ്ങൾ, അതായത് ഈ ഒരു ബാഗിലാണ് ഞാൻ നിയറസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത്, നിയറസ്റ്റ് ആണെങ്കിലും ലോങ് ആണെങ്കിലും ഞാൻ ഈ ഒരു ബാഗ് കയ്യിൽ കരുതാറുണ്ട്. ഈ ഒരു ബാഗ് സ്റ്റാർ ആൻഡ് ഡേസി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ള കുറച്ച് പ്രൊഡക്ട്സ് വിൽക്കുന്നൊരു വെബ്സൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് സ്പേസ് ഉണ്ട്, നമുക്ക് പാമ്പേഴ്സ്, വെള്ളം, അതുപോലെ അത്യാവശ്യം മരുന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ഈ ബാഗ്. ഓക്കെ, അതുപോലെ ഇതിന് മുമ്പിലും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളുന്നൊരു ബാഗാണ് കേട്ടോ. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും, കാരണം പിള്ളേർക്ക് എപ്പോഴും വെള്ളം അത്യാവശ്യമായിട്ടുള്ള സാധനമാണല്ലോ. പിന്നെ വെറ്റ് വൈപ്സ്, അതുപോലെ ഒരു ടവല്, അതുപോലെ ഒരു പെയർ ഓഫ് ഡ്രസ്സും പിന്നൊരു ഡയപ്പറും കൂടി ഞാൻ കയ്യിൽ കരുതാറുണ്ട്. നമുക്ക് ഇത്രയും സാധനങ്ങൾ അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. അവനുമായിട്ട് ഞാൻ എവിടെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും, അടുത്താണെങ്കിലും ലോങ് ആണെങ്കിലും ഇത്രയും സാധനങ്ങൾ ഉണ്ടാവും. പിന്നെയുള്ളത് മെഡിസിൻ ബോക്സ് ആണ്. അപ്പോൾ അതിൽ ഒരു പാരസെറ്റാമോളിൻ്റെ ഒരു കുപ്പിയുണ്ട്, അതുപോലെ ഐഡക്സ്, ORS ലായനി, പിന്നെ ഡയപ്പർ റാഷസ് വന്നു കഴിഞ്ഞാൽ പുരട്ടേണ്ട ഒരു ഓയിൽമെൻറ്റ്, അതുപോലെ ഒരു ഫില്ലറ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ്. മരുന്നുകൾ, അത്യാവശ്യം വേണ്ടിയിട്ടുള്ള മരുന്നുകൾ എപ്പോഴും ലോങ് ട്രാവലാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ അറിയാലോ, ഡയപ്പർ വേണം, അതുപോലെ ഒരു പുതപ്പും കൂടി ഞാൻ കയ്യിൽ കരുതാറുണ്ട് കേട്ടോ. പിന്നെ ഫുഡിൻ്റെത് ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് കയ്യിൽ പിടിക്കാറുണ്ട്. ലോങ് ട്രാവലാണെന്നുണ്ടെങ്കിൽ നെയ്യും കൂടി ചേർത്തിട്ടുള്ള ദോശ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസമൊക്കെ അത് വെക്കാൻ വേണ്ടി പറ്റുമല്ലോ. അതുപോലെ ഒരു നട്ട്സ് പൗഡറും കൂടി കയ്യിൽ പിടിക്കും. അതിൽ അത്യാവശ്യം ഒരു കൽക്കഷ്ണം ചൂടുവെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു റെസിപ്പി വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ടാറ്റ ബൈ.